Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനുമതി നൽകിയെങ്കിലും അടുത്ത ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്തി പ്രദർശനം ആരംഭിക്കാൻ കടമ്പകൾ ഇനിയും ഏറെയുണ്ടെന്ന് തിയേറ്റർ ഉടമകൾ. ലോക്ക്ഡൌൺ കാലത്തെ വിനോദ നികുതി, വൈദ്യുതി ബിൽ എന്നിവയിൽ ഇളവ് നൽകാതെ തിയേറ്ററുകൾ തുറക്കുന്നത് കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും ഉടമകൾ. കരിവള്ളൂർ ഭ്രാന്തഞ്ചാലയിലെ സജീവന്റെ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നു. ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ രംഗത്ത്. സജീവന്റെയും കുടുംബത്തിന്റെയും നിസ്സഹായാവസ്ഥ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തലിച്ചാലത്ത് ചതുപ്പുനിലത്ത് ചെറുകുടലിൽ താമസിച്ച അനിതയ്ക്കും 2 മക്കൾക്കും TCN ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ സഹായത്താൽ സ്വപ്ന വീടൊരുങ്ങുന്നു. പെണ്ണാളെ കതിരാടും വിരിയാളെ തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാരിക്കോരെ പറിച്ചാട്ടെ തക. പരിയാരം പോലീസ് സ്റ്റേഷന് അഭിമാന മുഹൂർത്തം. കേരള ഫോക്ലോർ അക്കാദമിയുടെ നാടൻ കലാ അവാർഡിന് അർഹനായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷ് ഏടോ. 22 വർഷത്തിലധികമായി കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രജീഷ് പോലീസ് സേനയുടെ അഭിമാനമെന്ന് CI KV ബാബു. തെയ്യം കലാരംഗത്തെ മികച്ച സംഭാവനയ്ക്ക് കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടി കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശി CV ഉണ്ണികൃഷ്ണ പെരുവണ്ണ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിനെ നേന്ത്രവാഴ ഗ്രാമമാക്കുമെന്ന് പ്രസിഡന്റ് AV ലേജു. പഞ്ചായത്ത് തല വാഴക്കന്ന് വിതരണം പ്രാന്തഞ്ചാലിൽ നടന്നു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഫോക്ലോർ അക്കാദമിയുടെ 2019 വർഷത്തെ പുരസ്കാരം നേടിയ അന്നൂരിലെ കലാകാരന്മാർക്ക് ആദരം നൽകി. കോഴി വളർത്തൽ ആദായകരമായ ഒരു കൃഷിയായി മാറുന്നു. പ്ലാസ്റ്റിക് മുക്ത ഗ്രാമമാകാനൊരുങ്ങി പടന്ന പഞ്ചായത്തിലെ 9ാം വാർഡ്. പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും തരംതിരിച്ച് റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. അനുമതി നൽകിയെങ്കിലും അടുത്ത ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ലോക്ക്ഡൌൺ കാലത്തെ വിനോദ നികുതി, വൈദ്യുതി ബിൽ എന്നിവയിൽ ഇളവ് നൽകാതെ തിയേറ്ററുകൾ തുറക്കുന്നത് കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് ഉടമകൾ. അറ്റകുറ്റപ്പണി നടത്തി പ്രദർശനം ആരംഭിക്കാൻ കടമ്പകൾ ഇനിയും ഏറെയുണ്ടെന്ന് പയ്യന്നൂർ മേഖലയിലെ തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കി. ലോക്ക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ അടച്ചിട്ട തിയേറ്ററുകൾ തുറക്കണമെങ്കിൽ കടമ്പകൾ ഇനിയും ഏറെയുണ്ട്. ജനുവരി 5 മുതൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 50% പേരെ കയറ്റി തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇത് പ്രാവർത്തികമല്ലെന്ന് ഉടമകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ലോക്ക്ഡൌൺ കാലയളവിലെ വൈദ്യുതി ബിൽ, വിനോദ നികുതി, കെട്ടിട നികുതി എന്നിവ അടക്കാൻ കഴിയാതെ കുടിശ്ശികയാവുകയും പിഴ ചുമത്തിയിരിക്കുകയുമാണ്. ഇതിൽ ഇളവ് നൽകുന്നതിനോടൊപ്പം പലിശരഹിത വായ്പകൾ കൂടി അനുവദിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും ഉടമകൾ പറയുന്നു. കൂടെ തരണം ചെയ്തിട്ടാണ് ഈ 10 മാസം നമ്മൾ മുന്നോട്ട് പോയത്. കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അതുമാത്രമല്ല നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഇലക്ട്രിസിറ്റി, മറ്റൊരുപാട് പ്രോബ്ലങ്ങൾ ഇതിനുണ്ട്. കാരണം ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് സഹായിക്കാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റ് ബിസിനസ് മാതിരിയല്ല സിനിമാ തിയേറ്റർ. സിനിമാ തിയേറ്റർ പറഞ്ഞാൽ ഒരു ടൗണിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനമാണ്. പബ്ലിക് ഒരുപാട് വരുന്ന സ്ഥാപനമാണ്. കാരണം ഗവൺമെൻറ് പറയുന്ന എല്ലാ നിയമങ്ങളും കർശനമായി പാലിക്കാതെ സിനിമാ തിയേറ്റർ നടത്താൻ കഴിയില്ല. മാസങ്ങളായി അടഞ്ഞുകിടന്നതിനാൽ പല തിയേറ്ററുകളിലും അറ്റകുറ്റപ്പണി വേണം. കോവിഡ് വ്യാപന ഭീതി നിലനിൽക്കുന്നതിനാൽ കുടുംബവുമായി തിയേറ്ററുകളിൽ എത്തുന്നവർ കുറവായിരിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നഷ്ടക്കച്ചവടമാകും. മാത്രവുമല്ല, തിയേറ്ററുകൾ തുറക്കുമ്പോൾ തന്നെ സിനിമ റിലീസ് ചെയ്യാൻ ഏതൊക്കെ നിർമ്മാതാക്കൾ തയ്യാറാകുമെന്നും കണ്ടറിയേണ്ടതാണ്. പ്രത്യേകിച്ചും ഊഴം കാത്തിരിക്കുന്ന പല ചിത്രങ്ങളും വൻ മുതൽ മുടക്കിലുള്ളവയാണ്.
ഈ സാഹചര്യത്തിൽ വിനോദ നികുതി ഇളവ്, വൈദ്യുതി ഫിക്സഡ് ചാർജ് ഇനത്തിൽ ഇളവ് എന്നിവയാണ് തിയേറ്റർ ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് CPM വിജയം കെട്ടിച്ചമയ്ക്കുകയാണെന്ന് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച വിജയാമോദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷത്തേക്കാൾ CPMന് കണ്ണൂർ ജില്ലയിൽ സീറ്റുകൾ കുറഞ്ഞിട്ടും വമ്പിച്ച വിജയം കൊട്ടിഘോഷിക്കുന്നത് പരാജയം മറച്ചുവെക്കാനാണെന്നും ലഭിച്ച വിജയം ഫാസിസ്റ്റ് തീവ്രവാദ പാർട്ടികളെ തരാതരം പോലെ കൂട്ടുപിടിച്ചാണെന്നും BJPയെയും SDPയെയും മാറി മാറി ഉപയോഗിക്കുന്ന അപകടകരമായ രാഷ്ട്രീയം ജില്ലയെ അപകടത്തിലേക്ക് നയിക്കുമെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച വിജയാമോദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസരവാദപരമായിട്ടുള്ള തരാതരം പോലുള്ള തെരഞ്ഞെടുപ്പ് ധാരണകൾ രഹസ്യമായും പരസ്യമായും CPM ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി എന്ന് നമ്മൾ കാണാം. ഇപ്പൊ മാടായിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെവിടെയുണ്ട്, മാട്ടൂരിലെ നേതാക്കളൊക്കെയുണ്ട്. മാട്ടൂരിലും മാടായിലുമൊക്കെ നമ്മൾ കണ്ട ഒരു ചിത്രം SDP എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനവുമായി രഹസ്യമായിട്ടുള്ള ഒരു ധാരണ CPM രൂപപ്പെടുത്തിയെടുത്തു എന്നതാണ്. അത് കേരളത്തിൽ ആകമാനം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. പരസ്യമായി അങ്ങനെ അവർ പറയുന്നില്ല എങ്കിൽ പോലും കൃത്യമായി കണ്ണൂർ ജില്ലയിലെയും ഈ കേരളത്തിലെയും പല പഞ്ചായത്തുകളിലും CPM മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചവരെയും പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചവരെയും മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അബ്ദുൽ കരീം ചേലേരി ഉപഹാരം നൽകി അനുമോദിച്ചു. SKP സക്രിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗഫൂർ മാട്ടൂൽ, POP മുഹമ്മദ് അലി ഹാജി, TP അബ്ബാസ് ഹാജി, BC ഹാസിം ഹാജി, KP അബ്ദുള്ള ഹാജി, അസം കണ്ണപുരം, സയ്യിദ് കായിക്കാരൻ, ഫായിഷ ടീച്ചർ, ആബിദ ടീച്ചർ, സൈനുൽ ആബിദ്, CH ഗൈറുനിസ, റഷീദ് ഒടിയിൽ, AP ബദറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തെയ്യം കലാരംഗത്ത് മികച്ച സംഭാവനയ്ക്ക് കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടി കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശി CV ഉണ്ണികൃഷ്ണൻ പെരുവണ്ണാൻ. 3 പതിറ്റാണ്ട് കാലമായി തെയ്യം കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ. തെയ്യക്കോലം കെട്ടുന്നതോടൊപ്പം മുഖത്തെഴുത്ത് രംഗത്തും അണിയലങ്ങൾ നിർമ്മിക്കുന്നതിലും CV ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ സമർത്ഥനാണ്. പരേതനായ പുതുക്കിയിൽ കുഞ്ഞിരാമ പെരുവണ്ണാന്റെയും മാധവിയുടെയും മകനാണ് CV ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ. 4ാം ക്ലാസ് മുതൽ വേടൻ കെട്ടിയാടിയിരുന്നു. പിന്നീട് 13ാം വയസ്സിൽ ഇടക്കേപ്പുറം മടത്തുംപടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കരിവേടൻ തെയ്യം കെട്ടി ഈ രംഗത്ത് ചുവടുറപ്പിച്ചു. 21ാം വയസ്സിൽ ചിറക്കൽ തമ്പുരാനിൽ നിന്ന് പട്ടും വളയും ലഭിച്ചതോടെ പെരുവണ്ണാൻ ആചാരം സ്വീകരിച്ചു. മുച്ചിലോട്ട് ഭഗവതി, തിരുവപ്പന, മുത്തപ്പൻ, അന്തിത്തിറ, ബാലി, തെക്കൻ കരിയാത്തൻ, പൂമാരുതൻ, വയനാട്ടുകുലവൻ തുടങ്ങി 20ലധികം വ്യത്യസ്ത തെയ്യങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഉത്തര കേരളത്തിലെ 14 മടപ്പുരകളിൽ തിരുവപ്പനയുടെ മുടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. മുഖത്തെഴുത്ത് രംഗത്ത് ഏറെ സൂക്ഷ്മതയോടെ മുച്ചിലോട്ട് ഭഗവതി, പാലോട്ട് ദൈവം, കാരൻ തെയ്യം എന്നീ തെയ്യങ്ങൾക്കുൾപ്പെടെ മുഖത്തെഴുത്ത് നടത്തിയിട്ടുണ്ട്. ഒരേ തെയ്യങ്ങൾ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ അവതരിപ്പിച്ചു വരുന്നു. അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് CV ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ പറഞ്ഞു. തെയ്യവുമായി തെയ്യ മേഖലയിലുള്ള പ്രവർത്തനത്തിനാണ് അവാർഡ് തീരുമാനിച്ചിട്ടുള്ളത്. ചെറുപ്പം തൊട്ട് അച്ഛൻ്റെ കൂടെ തെയ്യത്തിന് പോകുന്നുണ്ട്. അച്ഛൻ ഫോക്ലോർ അവാർഡിൽ ജേതാവായി അന്തരിച്ച ശ്രീ പുതുക്കിയിൽ കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചെറുപ്പം മുതലേ തെയ്യത്തിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 13ാമത്തെ വയസ്സിൽ ഇടക്കേപ്പുറം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കരിവേടം തെയ്യം കെട്ടിക്കൊണ്ടാണ് ഈ തെയ്യത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് 21ാമത്തെ വയസ്സിൽ ചിറക്കൽ തമ്പുരാനിൽ നിന്നും പട്ടുമളയും പെരുവണ്ണാൻ ആചാരവും സ്വീകരിച്ചു. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ഒട്ടുമിക്ക തെയ്യങ്ങളും കെട്ടിയാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായി തുടങ്ങുന്ന കരിവാടൻ, ധർമ്മതെയ്യം, വീരൻ, വിരാളി, അതുപോലെ കണ്ണങ്ങാട്ട ഭഗവതി, പുലിയൂർ കാളി, പുലിയൂർ കണ്ണൻ, നരമ്പൽ ഭഗവതി, പൊയിൽ ഭഗവതി, പുതിയ ഭഗവതി, തോട്ടുങ്കര ഭഗവതി, ചൂളിയാർ ഭഗവതി, മുച്ചിലോട്ട് ഭഗവതി, തിരുവപ്പന, അന്തിത്തറ, മുത്തപ്പൻ, ബാലി, കരിയാത്തൻ, വട്ടക്കുരുമകൻ, കൂർപ്പഴശ്ശി, കന്നിക്കുരുമകൻ, ബപ്പുര്യൻ, തായ്പുര ദേവത, നാഗകന്യ, അങ്ങനെ ഒരുപാട് തെയ്യങ്ങൾ കെട്ടിയാടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനകം 2015 ഫോക്ലോർ യുവപ്രതിഭാ പുരസ്കാരം, 2009 ദളിത് സാഹിത്യവേദി വേദവ്യാസ പുരസ്കാരം എന്നിവയും നേടിയിട്ടുണ്ട്. തെയ്യം കലാരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കരിവള്ളൂർ പ്രാന്തൻചാലിലെ സജീവന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. സജീവന്റെയും കുടുംബത്തിന്റെയും നിസ്സഹായാവസ്ഥ ഈയിടെ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പ്രാന്തൻചാലിൽ താമസിക്കുന്ന സജീവനെ ബാധിച്ചിരിക്കുന്ന മാരകമായ രോഗങ്ങളെക്കുറിച്ചും വയസ്സായ അമ്മയുടെയും അമ്മൂമ്മയുടെയും നിസ്സഹായാവസ്ഥയെക്കുറിച്ചും ഈയിടെ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാർ സജീവന്റെ ചികിത്സയ്ക്കായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. കെ രമേശൻ മുൻകൈയെടുത്താണ് നാട്ടുകാർ ഒരുമിച്ച് കൂടിയത്. സജീവനെയും കുടുംബത്തെയും എങ്ങനെയും സഹായിക്കുക എന്നത് തങ്ങൾ ഒരു കടമയായി കാണുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പറയുന്നു. ഫർണിച്ചർ പണിക്ക് പോയി ഉപജീവനം കഴിച്ച ഒരു ചെറുപ്പകാലം, അതിനിടയിലാണ് രോഗം പിടിപെട്ടത്. രക്തത്തിൽ കൗണ്ട് കുറയുന്നതാണ് ഒരു പ്രധാന രോഗം എന്നുള്ള നിലയിൽ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ കരളിനെ ബാധിച്ച രോഗവും പിടിപെട്ട് ശരീരത്തിൻ്റെ അവസ്ഥ വളരെ പ്രയാസകരമായ നിലയിലാണ് ഇപ്പോൾ സജീവൻ്റെ രോഗ അവസ്ഥ. ഈ ഒരു ഘട്ടത്തിലാണ് ഈ പ്രദേശത്തെ നല്ലവരായ സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൂടി ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് സഹായ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നത്. സഹായത്തിനായി മോഹനൻ, മനുരാജ് എന്നിവരുമുണ്ട്. സജീവൻ ജന്മന ബധിരനും മൂകനുമാണ്. അടുത്ത കാലം വരെ ജോലി ചെയ്തിരുന്നു. 90 വയസ്സ് കഴിഞ്ഞ അമ്മൂമ്മയും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. മലബാർ ക്യാൻസർ സെന്ററിലാണ് ഇപ്പോൾ ചികിത്സ നടത്തുന്നത്. 5 ലക്ഷം രൂപയെങ്കിലും ചികിത്സാ ചെലവ് വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചികിത്സാ ഫണ്ടിലേക്ക് ഉദാരമതികളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജിൽ ഉളിയമ്പാടിൽ തലിച്ചാലത്ത് ചതുപ്പുനിലത്ത് ചെറുകുടലിൽ താമസിച്ച അനതയ്ക്കും 2 മക്കൾക്കും TCN വാട്സപ്പ് കൂട്ടായ്മയുടെ സഹായത്താൽ സ്വപ്ന വീടൊരുങ്ങുന്നു. സ്വകാര്യ വ്യക്തി ഇവർക്ക് സ്വന്തമായി നൽകിയ ഭൂമിയിലാണ് സ്വപ്ന ഭവനം ഒരുങ്ങുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യത്തിൽ സ്വപ്ന വീടിന് ഞായറാഴ്ച തറകെട്ടൽ പ്രവൃത്തി ആരംഭിച്ചു. പെയ്തു നിറയുന്ന ദുരിതങ്ങളുടെ കണ്ണീരിലാണ് അനിത എന്ന അമ്മയും 2 മക്കളും വർഷങ്ങളായി ഇവിടെ ചതുപ്പിൽ കഷ്ടത അനുഭവിക്കുന്നത്. സ്വന്തമായി ഒരു തണ്ട് ഭൂമിയോ കിടന്നുറങ്ങാൻ ഒരു വീടോ ഇല്ലാത്ത ഈ കുടുംബം മറ്റൊരാളുടെ ഭൂമിയിൽ ഓലമറച്ചു കെട്ടിയ ചെറ്റക്കുടിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. കടുത്ത ദുരിതങ്ങൾക്കിടയിലും അനിതയുടെ മകൾ ശരണ്യ SSLC പരീക്ഷയിൽ 9A+ നേടിയ വാർത്ത പുറംലോകം അറിഞ്ഞതോടെയാണ് ഈ കുടുംബത്തിന്റെ ദുരിതവും ജനങ്ങൾ അറിയുന്നത്. അടച്ചുറപ്പുള്ള ഒരു വീട് 2 മക്കളുള്ള ഈ അമ്മയുടെ സ്വപ്നമാണ്. ഇതറിഞ്ഞാണ് പ്രാദേശിക ചാനൽ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന തൃക്കരിപ്പൂർ TCN ചാനൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച പണം കൊണ്ട് സ്നേഹവീടിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമിട്ടത്. കേവലം വാർത്തകൾ കൈമാറാനായി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനോടകം തന്നെ 7ഓളം പേർക്ക് ചികിത്സാ സഹായം നൽകി കഴിഞ്ഞു. ഇത്തരത്തിൽ TCN വാട്സപ്പ് കൂട്ടായ്മയുടെ 8ാമത്തെ സഹായഹസ്തമാണ് അനിതയ്ക്കും മകൾക്കും ലഭിക്കുന്നത്. പ്രാദേശിക ചാനൽ TCN ചാനൽ ജില്ലയിൽ തന്നെ ലീഡിംഗ് ചാനലാണ്. ഈ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മ കഴിഞ്ഞ 6 വർഷത്തിനിടെ 8ഓളം പ്രവർത്തനങ്ങൾ ഈ ചാരിറ്റി ഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തലിച്ചാലത്തുള്ള അനിത എന്ന് പറഞ്ഞൊരു വ്യക്തി അവരുടെ മകൾക്ക് ഫുൾ A+ കിട്ടിയ സമയത്താണ് അവരെ ദുരിത വാർത്ത നമ്മൾ ശ്രദ്ധയപ്പെടുന്നത്. അതായത് ഒരു ചോർന്നൊലിക്കുന്ന ഒരു വീട് പറയാൻ പറ്റില്ല, ഷെഡിനകത്തായിരുന്നു താമസം. അപ്പോൾ അവരെ നമുക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു തീരുമാനം നമ്മുടെ ഈ ചാനലിൻ്റെ മുഴുവൻ സുഹൃത്തുക്കളും അംഗങ്ങളും അതിൻ്റെ ഉന്നത പ്രവർത്തകരും ഏറ്റെടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മളൊരു സ്നേഹവീട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് സ്വകാര്യ വ്യക്തി കമ്മിറ്റിക്ക് നൽകിയ 3 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മിക്കുന്നത്. വീടിന്റെ നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികളിൽ ഭൂരിഭാഗവും എത്തിച്ചു നൽകുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ സുമനസ്സുകൾ കനിഞ്ഞാൽ മാർച്ച് മാസത്തോടുകൂടി ഇവർക്ക് അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാമെന്ന പ്രതീക്ഷയിലാണ് TCN വാട്സപ്പ് കൂട്ടായ്മയും അനിതയും 2 മക്കളും. ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള ചെയർമാനും TV വിനോദ്കുമാർ, PV അനിത എന്നിവർ കൺവീനറും K സഹജൻ ട്രഷററുമായ കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പരിയാരം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും കലാകാരനുമായ പ്രജീഷ് കേരള ഫോക്ലോർ അക്കാദമിയുടെ നാടൻ കലാ അവാർഡിന് അർഹനായി.
22 വർഷത്തിലധികമായി കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രജീഷ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ ചെണ്ട, തബല എന്നീ ഇൻസ്ട്രുമെന്റുകൾ കൈകാര്യം ചെയ്യുന്നതിലും നാടക മേഖലകളിലും സജീവമായിരുന്നു. താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാരി കോര പറിച്ചാട്ടെ തകതക താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ. വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ, അതുപോലെ തന്നെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസുകാരന് നാടൻപാട്ടിനുള്ള അവാർഡ് കിട്ടുന്നത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം നാടൻപാട്ട് മേഖലയിൽ സജീവ സാന്നിധ്യമായ പ്രജീഷിന് 2004 ജൂൺ 29 കേരള പോലീസിൽ ജോലി ലഭിച്ചത്. കലാപ്രവർത്തനം ജോലിക്ക് തടസ്സമാകാത്ത വിധത്തിൽ ഒഴിവു സമയങ്ങളിലും അവധി ദിവസങ്ങളിലുമാണ് ഇപ്പോൾ കലാപ്രവർത്തനം ചെയ്തു വരുന്നത്. 7ാം നവോദയ കലാസമിതിയുടെ വാദ്യസംഘത്തിലൂടെയാണ് കലാരംഗത്ത് പ്രവേശിക്കുന്നത്. പിന്നീട് കണ്ണോം YMCC നാട്ടരംഗ സമിതിയിലൂടെ നാടൻപാട്ട് രംഗത്തേക്ക് കടന്നുവരികയും ചെയ്തു. താവം ഗ്രാമവേദിയുടെ നാടൻപാട്ടരങ്ങിലൂടെ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നാടൻ കലാവതരണം നടത്തിയിട്ടുമുണ്ട്. 2006 KAP 4th ബറ്റാലിയൻ പോലീസുകാർക്ക് ശാസ്ത്രീയമായി ചെണ്ട പരിശീലിപ്പിച്ച് അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. ഇതേ കാലയളവിൽ KAP പോലീസുകാരുടെ ട്രാഫിക് ബോധവൽക്കരണ നാടകമായ സൂക്ഷിക്കുക ജീവൻ വിലപ്പെട്ടതാണ് എന്ന നാടകത്തിൽ പ്രധാന കഥാപാത്രമായി വേഷമിട്ട് 100-ൽ പരം വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. സ്റ്റുഡന്റ് പോലീസ് ട്രെയിനർ കൂടിയായ പ്രജീഷ് വിദ്യാർത്ഥികൾക്ക് നാടൻപാട്ട് പരിശീലനവും നൽകി വരുന്നുണ്ട്. സ്കൂൾ കലോത്സവം, കേരളോത്സവം, സഹൃദയ കലോത്സവം, സംസ്ഥാന പോളി കലോത്സവം, സംസ്ഥാന പാരൽ കോളേജ് കലോത്സവം തുടങ്ങിയ മേളകളിൽ വിധികർത്താവായും സേവനം അനുഷ്ഠിച്ച ഈ കലാകാരൻ ഇപ്പോൾ വേദികളിൽ നാടൻപാട്ട് പാടുകയും റിഥം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് പോലീസുകാരന്റെ പ്രശ്നങ്ങളും പ്രയാസവും വരച്ചുകാട്ടിയ കണ്ണൂർ അധീനയുടെ പോലീസുകാരൻ എന്ന ഏകപാത്ര നാടകം അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയ ഇദ്ദേഹം നിലവിൽ ട്രാഫിക് ബോധവൽക്കരണവും നാടൻപാട്ടുകളും കോർത്തിണക്കിക്കൊണ്ട് ക്ലാസുകളും കൈകാര്യം ചെയ്തു വരുന്നു. 2021 ജൂണിൽ ട്രാഫിക് ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഏകപാത്ര നാടക അവതരണവുമായി കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളും സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ്. കേരള പോലീസിന്റെയും ഫോക്ലോർ അക്കാദമിയുടെയും ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസുകാരന് ഇത്തരത്തിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. ഇപ്പോൾ നിലവിൽ കണ്ണൂർ മലബാർ ഫോക്ക് ബാൻഡ് എന്നുള്ള ഒരു ട്രൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് നാടൻപാട്ടിൻ്റെ ഓർക്കസ്ട്ര രൂപത്തിൽ പുതിയ തലം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രൂപ്പാണ്. ആ ട്രൂപ്പിലാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജോലിക്കിടയിലും നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊറോണ കാലത്ത് ജിജു ഉറപ്പടി സംവിധാനം ചെയ്ത ഏകപാത്ര നാടകം പോലീസുകാരൻ എന്നുള്ള ഒരു ഓൺലൈൻ മീഡിയ നാടകം മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിരവധി ആൾക്കാരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു പുതിയ ഒരു നാടകം അടുത്ത വർഷം വരുന്നുണ്ട്. ഒരു ഏകപാത്ര നാടകമാണ്. അത് ട്രാഫിക് ബോധവൽക്കരണ നാടകമാണ്. അത് കേരളത്തിലുടനീളം കളിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി അതിൻ്റെ പ്രാരംഭ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ജൂൺ മാസത്തോടു കൂടി അത് നമുക്ക് പുറത്തിറക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി കലാഭവൻ മണിയുടെ നാടൻപാട്ടിന്റെ ചുവട് പിടിച്ചാണ് പ്രജീഷ് നാടൻപാട്ട് കലാരംഗത്തേക്ക് കടന്നു വന്നത്. ഗുരുവായ ജയൻ ഏഴോമാണ് തന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഗുരുതുല്യനായാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും പ്രജീഷ് പറയുന്നു. എല്ലാ കാര്യങ്ങളും ഇതുവരെ സഹകരിച്ച എല്ലാ ആൾക്കാർക്കും എൻ്റെ നാടിനോട് തന്നെയാണ് ഏഴോം എന്നുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലാപരമായി ഏറ്റവും മുൻപതിൽ നിൽക്കുന്ന ഒരു ഗ്രാമം, എന്നും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടാണ് ഏഴോം. പിന്നെ എൻ്റെ ഗുരു ശ്രീ ജയൻ ഏഴോമാണ്. അദ്ദേഹമാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത്. എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹം ഒരു കള്ളിച്ചെത്തുകാരനാണ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് അദ്ദേഹം ചെത്താൻ വരുന്ന സമയത്താണ് എന്നെ ആദ്യമായിട്ട് മ്യൂസിക് എന്നുള്ള സംഭവം പഠിപ്പിക്കുന്നത്. തബലയും ചെണ്ടയൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. ആ രംഗത്തിലൂടെ അദ്ദേഹം തന്നെയാണ് എന്നെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി മുന്നോട്ട് നയിച്ച ഒരു എന്നും ബഹുമാനിപ്പിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ ജയൻ. കേരള പോലീസിൽ ഇത്തരത്തിൽ നിരവധി കലാകാരന്മാരുണ്ടെങ്കിലും അവർക്ക് തങ്ങളുടെ അവസരം പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യം ലഭിക്കാറില്ല. എന്നാൽ ഇത്തരത്തിൽ തങ്ങളുടെ കഴിവ് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാറുമുണ്ട്. ഇത്തരത്തിൽ പ്രജീഷിന് ലഭിച്ച അംഗീകാരം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെന്നും കേരള പോലീസിന് തന്നെ ഒരു അഭിമാന മുഹൂർത്തമാണ് പ്രജീഷിന് ലഭിച്ച ഫോക്ലോർ അംഗീകാരമെന്നും പരിയാരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ KV ബാബു പറയുന്നു. കേരള പോലീസിൽ ഒട്ടനവധി കഴിവുകളുള്ള ആളുകളുണ്ട്. പക്ഷെ പലപ്പോഴും അത് രംഗത്ത് വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ അവരുടെ കഴിവ് ലഭ്യമായ അവസരങ്ങളിൽ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ
അർഹമായ അംഗീകാരം ലഭിക്കാറുണ്ട്. ശ്രീ പ്രജീഷ്, ഈ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള പ്രജീഷ് തനിക്ക് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങൾ നമ്മുടെ നാട്ടിലെ നാടൻ കലകളെയും അതുപോലെ തന്നെ നാടൻ പാട്ടുകളെയും പൊതുജന മധ്യത്തിൽ എത്തിച്ചതോടുകൂടി സർക്കാർ തലത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമിയിലെ നാടൻ പാട്ടുകാരൻ എന്നൊരു കലാകാരൻ എന്ന രീതിയിലുള്ള വലിയൊരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ മലബാർ ഫോക്ക് ബാൻഡ് കണ്ണൂർ എന്ന സംഘത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹം നാടൻ കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാര കൂട്ടം കണ്ണൂർ ജില്ലാ സെന്റർ അംഗമായ പ്രജീഷ് പോലീസ് അസോസിയേഷൻ ജില്ലാ അംഗവുമാണ്. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനായ ബി കണ്ണന്റെയും യു സീതയുടെയും മകനാണ് പ്രജീഷ്. കണ്ണൂർ സർവകലാശാലയിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സ്റ്റെന CH ആണ് ഭാര്യ. വിദ്യാർത്ഥികളായ നിഹാര പ്രജീഷ്, ദർശ് പ്രതീഷ് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാരി കോര പറിച്ചാട്ടേ തരക പെണ്ണാളെ കതിരാടും ഇഴിയാളെ തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാരി കോര പറിച്ചാട്ടെ തകതക താത്തിനന്തകത്തൈതാര തകതിനന്തകത്തൈതാര താത്തിനന്തക തകതിനന്ദ താരാതിനന്തകത്തൈതാര താത്തിനന്തകത്തൈതാര തകതിനന്തകത്തൈതാര താത്തിനന്തക തകതിനന്തക താരാതിനന്തകത്തൈതാര. കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്തിനെ നേന്ത്രവാഴ ഗ്രാമമാക്കുമെന്ന് പ്രസിഡന്റ് AV ലേജു. പഞ്ചായത്ത് തല വാഴക്കന്ന് വിതരണം പ്രാന്തഞ്ചാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്തിലെ ഓരോ വീട്ടിലും 5 വാഴക്കന്നുകൾ സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ഇത് വിളവെടുക്കാൻ പാകമാകുന്നതോടെ പഞ്ചായത്തിലെ ഒരു കുടുംബത്തിനും വരുംനാളിൽ കടകളിൽ നിന്ന് നേന്ത്രവാഴക്കുല വാങ്ങേണ്ടതായി വരില്ല. നല്ലവണ്ണം പരിപാലിക്കുക എന്ന ലളിതമായ ജോലി മാത്രമേ വീട്ടുകാർ ചെയ്യേണ്ടതായിട്ടുള്ളൂവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ AV ലേജു പറഞ്ഞു. നിർവഹിച്ചത് വളരെയധികം ഹൃദയത്തോട് ചേർത്ത് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ഊർജ്ജസ്വലമായ പദ്ധതികൾ ഏറ്റെടുത്ത് നാട്ടിന് ഗുണം ചെയ്യുന്ന രീതിയിൽ കൃഷിയെ വളർത്തുന്നതിന് വേണ്ടി തനിക്കുള്ളതെല്ലാം മനുഷ്യർക്ക് നൽകുന്ന ഒരു സസ്യമാണ് വാഴ. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വാഴയുടെ പരിപാലന രീതിയെക്കുറിച്ച് കൃഷി ഓഫീസർ ജയരാജൻ നായർ വിശദമായി ക്ലാസ് എടുത്തു. ഒരു വാർഡിൽ 400 കുടുംബങ്ങൾ കണക്കാക്കിക്കൊണ്ട് 14 വാർഡുകളിലായി ഏകദേശം 35,000-ഓളം കന്നുകളാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഓണക്കാലമാകുമ്പോഴേക്കും നേന്ത്രക്കുലയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും നേന്ത്രക്കുല ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. കൃഷിഭവനുമായി സഹകരിച്ചാണ് പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. K രമേശൻ, മോഹനൻ, മനുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതും തരംതിരിച്ച് റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനത്തിന് തുടക്കമായി. പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലാണ് പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ശേഖരിച്ച് റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും തരംതിരിച്ച് റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. മഹ്യൂബ വേസ്റ്റ് മാനേജ്മെന്റ് കാഞ്ഞങ്ങാടുമായി സഹകരിച്ചാണ് പരിപാടി നടപ്പിലാക്കുന്നത്. എല്ലാ മാസവും വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഫീസ് ഈടാക്കാതെയാണ് ഇത്തരത്തിൽ ശേഖരിച്ചു വരുന്നത്. പടന്ന പഞ്ചായത്തിലെ 9-ാം വാർഡിന്റെ നേതൃത്വത്തിൽ 9-ാം വാർഡ് പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു വാർഡാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു 20ഓളം വീടുകളിലെ പ്ലാസ്റ്റിക് എടുത്ത് നെരുദ പരിസരത്ത് വെച്ച് ഓരോ പ്ലാസ്റ്റിക്കും ഓരോരോ രീതിയിൽ വേർതിരിച്ച് തരംതിരിച്ച് ഓരോരോ കവറിലാക്കി സ്വരൂപിക്കുകയും ചെയ്യുന്നത്. 9-ാം വാർഡിൽ മൊത്തമായും ഒരു പ്ലാസ്റ്റിക് പോലും കാണാതാക്കാനുള്ള ഒരു സംരംഭമാണിത്. മെമ്പറുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ തുടങ്ങിയിട്ട് ഇപ്പം അതെല്ലാം തരംതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിതകർമ്മ സേനാംഗങ്ങളായ K രമണി, K മായ, TV വിനോദിനി, KV പ്രദില, K രജനി, N ഷാഹിദ, U ലത, EV ചിത്ര, T പ്രമീള, പ്രീത TK, റഫീന, ഷീജ T എന്നിവരാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
കോഴി വളർത്തൽ ഇന്ന് ആദായകരമായ ഒരു കൃഷിയായി മാറുന്നു. നാടൻ കോഴിമുട്ടയുടെ ആവശ്യക്കാർ നാൾതോറും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോഴി വളർത്തലും വ്യാപകമാകുന്നത്. മുട്ടക്കോഴി വളർത്തൽ നാട്ടിൻപുറങ്ങളിൽ ഒരു ഉപതൊഴിലായി സ്വീകരിക്കുന്നവർ വർദ്ധിക്കുകയാണ്. നാടൻ മുട്ടയുടെ ഡിമാൻഡ് നാൾതോറും വർദ്ധിക്കുന്നത് തന്നെയാണ് ഇവരെ ഈ തൊഴിലിലേക്ക് ആകർഷിക്കുന്നത്. നാടൻ മുട്ടയ്ക്ക് ഒന്നിന് 7-7.5 രൂപ വരെ വിപണിയിൽ ലഭ്യമാണ്. മാന്യമായ ഒരു വിലയാണ് താനുമിത്. സർക്കാർ മുട്ടക്കോഴി വളർത്തുന്നവർക്ക് വേണ്ടത്ര സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. മൃഗാശുപത്രി വഴി മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുമുണ്ട്. കുറച്ച് നാളായി കോഴിനെ വളർത്തുന്നു. പിന്നെ മുട്ടക്കോഴിയാണ്, പിന്നെ കരിങ്കോഴിയുണ്ട്. പിന്നെ അതിൻ്റെ മുട്ടയെല്ലാം വിരിയിച്ചിട്ട് കൊടുക്കുന്നു. നല്ല വരുമാനമാണ്. ഒരു കുഞ്ഞിക്ക് ചെറിയ ഒരു 2-3 ദിവസമുള്ള കുഞ്ഞിക്ക് തന്നെ 50 രൂപക്കാണ് കൊടുക്കൽ. പിന്നെ മുട്ടക്കെല്ലാം ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. 7 റുപ്യ തോതിന് മുട്ട പുറത്ത് കൊടുക്കും. കരിങ്കോഴിയുടെ മുട്ടക്ക്. കൂടാതെ ചില സഹകരണ ബാങ്കുകളും വായ്പയായി കോഴിയും കൂടും പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അഴിച്ചുവിട്ട് കോഴിയെ വളർത്തുന്നവരും ഇന്ന് ധാരാളമുണ്ട്. കോവിഡാനന്തരം ഒരു ഭക്ഷ്യക്ഷാമം പല സംഘടനകളും പ്രവചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ അത് നമുക്ക് മറികടക്കാൻ കഴിഞ്ഞേക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച് കേരള ഫോക്ലോർ അക്കാദമിയുടെ 2019 വർഷത്തെ പുരസ്കാരം നേടിയ അന്നൂരിലെ കലാകാരന്മാരെ ആദരിച്ചു. അന്നൂർ വേമ്പു സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് ആദരം പരിപാടി സംഘടിപ്പിച്ചത്. ശിഷ്യന്മാരും നാട്ടുകാരും സുഹൃത്തുക്കളും വീട്ടുമുറ്റത്ത് ഒത്തുചേർന്നപ്പോൾ അന്നൂർ വേമ്പു വായനശാല ഒരുക്കിയ ആദരം പരിപാടി ശ്രദ്ധേയമായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് പുരസ്കാര ജേതാക്കൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. പലപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിൽ ചിലപ്പോൾ ചില കാലതാമസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആരാണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ കാലം മുമ്പേ ഇതുപോലുള്ള അവാർഡുകൾ ചിലപ്പോൾ നേടേണ്ടതായിരുന്നു. ചിലപ്പോൾ നിർഭാഗ്യവശാലായിരിക്കാം ഇതിനു മുമ്പേ ഈ അവാർഡ് ലഭിക്കാതെ പോയത് എന്നുള്ളതാണ് ഞാൻ. നാരായണൻ ഗുരുക്കളുടെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K. ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. കളരിപ്പയറ്റ് മേഖലയിൽ സമഗ്ര സംഭാവന നൽകിയ നാരായണൻ ഗുരുക്കൾ, തെയ്യം ഉച്ചബലി കലാമേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച തെയ്യം കലാകാരൻ ചന്തുപ്പണിക്കർ, പാചക കലാരംഗത്തെ പ്രാഗൽഭ്യത്തിന് പുരസ്കാരം നേടിയ പാചക കലാകാരൻ N. ബാലകൃഷ്ണ പൊതുവാൾ എന്നിവരെയാണ് ആദരിച്ചത്. 60 വർഷമായി കളരിപ്പയറ്റ്, കോൽക്കളി, മർമ്മചികിത്സാരംഗത്ത് സജീവമാണ് നാരായണൻ ഗുരുക്കൾ. 2002 വർഷത്തെ ഫോക്ലോർ പുരസ്കാരത്തിന് അർഹരായിരുന്നു. തുടർന്ന് ഇപ്പോൾ അക്കാദമിയുടെ ഫെലോഷിപ്പിനാണ് ഗുരുക്കൾ അർഹരായിട്ടുള്ളത്. പാചക കലാരംഗത്ത് 40 വർഷത്തോളമുള്ള പ്രവർത്തനത്തിനാണ് M. ബാലകൃഷ്ണ പൊതുവാളെ പുരസ്കാരം നേടിയെത്തിയത്. നിരവധി കലോത്സവ വേദികളിലും വിവാഹ സദ്യ ഒരുക്കുന്നതിലും വിദേശത്തുമടക്കം പയ്യന്നൂരിന്റെ പേര് അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിനായിരുന്നു പാചക കലാരംഗത്തുള്ള പുരസ്കാരത്തിന് അർഹനാക്കിയത്. ചെറുപ്രായം മുതൽ തന്നെ തെയ്യം ഉച്ചബലി കലാരംഗത്ത് സജീവമായി കഴിഞ്ഞ് 50 വർഷക്കാലമായി ഈ മേഖലയിൽ നൽകിയ സമഗ്ര സംഭാവനയ്ക്കായിരുന്നു ചന്തുപ്പണിക്കരെ അവാർഡിന് അർഹനാക്കിയത്. വാർഡ് കൗൺസിലർ KK സുമ, നാടക സിനിമാ പ്രവർത്തകൻ MT അന്നൂർ, CV ബാലകൃഷ്ണൻ, KK ഹരികുമാർ, പുരസ്കാര ജേതാക്കളായ നാരായണൻ ഗുരുക്കൾ, ചന്തുപ്പണിക്കർ, M. ബാലകൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. AK ബിനീഷ് സ്വാഗതവും PV രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കടന്നപ്പള്ളി ലൈബ്രറി കൗൺസിലിന്റെയും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K. രമേശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് കടന്നപ്പള്ളി ലൈബ്രറി കൗൺസിലിന്റെയും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ കണ്ടോന്താർ അഴീക്കോടൻ സ്മാരക വായനശാല ഗ്രൗണ്ടിൽ വെച്ച് അനുമോദനം നൽകിയത്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K. രമേശ് കുമാർ അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക രംഗം, അതുപോലെ തന്നെ വയോജന രംഗം, വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ ദളിതരോടുള്ള അല്ലെങ്കിൽ ദളിത് സമൂഹത്തോടുള്ള ഭാവി സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ, സംസ്കാരം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള 7 വിഷയങ്ങൾ നേതൃസമിതി പ്രസിഡന്റ് B. റഫീഖ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നാളത്തെ പഞ്ചായത്ത് നാളത്തെ കേരളം എന്ന വിഷയത്തിൽ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ KG വത്സരകുമാരി വിഷയാവതരണം നടത്തി.
തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മറുമൊഴി ഭാഷണം നടത്തി. നേതൃസമിതി കൺവീനർ ഇ വി ഭാസ്കരൻ, നേതൃസമിതി വൈസ് പ്രസിഡന്റ് ഷിബു കെ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ഇടയിലക്കാട് കാട്ടിലെ കർഷകർ വാട്സപ്പ് കൂട്ടായ്മയുടെ ജൈവ പച്ചക്കറി വിളവെടുപ്പ് വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടിലെ കർഷകർ വാട്സപ്പ് കൂട്ടായ്മ ഒരു വർഷമായി വൈവിധ്യങ്ങളായ കാർഷിക വിളകളാണ് കൃഷി ചെയ്തു വരുന്നത്. 16 അംഗങ്ങളുള്ള ഇടയിലക്കാട് കാട്ടിലെ കർഷകർ വാട്സപ്പ് കൂട്ടായ്മ കരനെൽകൃഷി, തെങ്ങിൻതടത്തിലെ ചീരകൃഷി, എള്ള്, മധുരക്കിഴങ്ങ്, കുമ്പളം, ചേന, മത്തൻ, വെള്ളരി, ചോളം, കൂർക്ക, മരച്ചീനി എന്നിവയാണ് വിജയകരമായി കൃഷി ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ കൃഷി ചെയ്ത കാർഷിക വിളകളുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നിർവഹിച്ചത്. എം ജയന്റെ നേതൃത്വത്തിലാണ് കാർഷിക വിളകളുടെ പരിപാലനം നടക്കുന്നത്. കാർഷിക വിളകളുടെ വിപണനോദ്ഘാടനം വലിയപറമ്പ കൃഷി ഓഫീസർ സി സന്തോഷ് കുമാർ നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പർ എം ബാലകൃഷ്ണൻ, വി ശ്രീധരൻ എന്നിവർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ആദ്യം രണ്ടാളിൽ തുടങ്ങി പിന്നീട് അതിൻ്റെ ആളുകളെ അതിലേക്ക് വർദ്ധിപ്പിച്ച് അതൊരു കുടുംബ കൂട്ടായ്മയായി മാറുന്ന രീതിയിലേക്ക് ആ കൃഷി എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ആരംഭിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിലേ പോകുമ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഇത് നടക്കുക. പക്ഷേ ഇവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ്. കെ ലളിത ചെയർമാനും കെ വി രാജൻ കൺവീനറുമാണ്. വിളവെടുപ്പ് വിപണന ചടങ്ങിൽ 2ാം വാർഡ് മെമ്പർ കെ അജിത അധ്യക്ഷത വഹിച്ചു. കെ വി രാജൻ സ്വാഗതവും കെ ലളിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തെരുവോരങ്ങൾ സൂപ്പർ മാർക്കറ്റുകളായി മാറുന്ന കാഴ്ചയാണ് വർത്തമാനകാലത്തിന്റെ പ്രധാന മാറ്റങ്ങളിലൊന്ന്. പയ്യന്നൂരിലെ കോത്തായമുക്ക് മുതൽ പെരുമ്പ വരെ സഞ്ചരിച്ചാൽ തെരുവോരങ്ങളിൽ നിങ്ങൾക്ക് എന്തും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. കോവിഡ് കാലം നമ്മളിൽ വരുത്തിയ മാറ്റങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെരുവോരത്ത് ഉദയം കൊണ്ട കച്ചവട സ്ഥാപനങ്ങൾ. കോത്തായമുക്ക് മുതൽ പെരുമ്പ വരെ സഞ്ചരിച്ചാൽ ലഭിക്കാത്ത സാധനങ്ങൾ ഒന്നും തന്നെയില്ല. തുണിത്തരങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മത്സ്യങ്ങൾ, പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ, മോരുവെള്ളം, ചായ, കാപ്പി, താറാവ്, കോഴിക്കുഞ്ഞുങ്ങൾ, അങ്ങനെ പോകുന്നു വിലയ്ക്ക് വെച്ചിരിക്കുന്നവ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന ചൊല്ല് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പ്രാവർത്തികമായി അനുഭവപ്പെടും. ഒരുപാട് കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ കച്ചവടക്കാരായുണ്ട്. അതുപോലെ 1 രൂപയുടെ സാധനങ്ങൾ മുതൽ മേൽപോട്ടാണ് വില. ഉത്സവച്ചന്ത പോലെ അടുത്തടുത്തായും ഇടവിട്ടും കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് വാഹനങ്ങൾ റോഡരികിലേക്ക് നീക്കിയിട്ട് സാധനങ്ങൾ വാങ്ങാമെന്ന പ്രത്യേകതയുമുണ്ട്. ഏതായാലും മുമ്പെങ്ങുമില്ലാത്ത വിധം കച്ചവട സ്ഥാപനങ്ങളുടെ കുതിച്ചുചാട്ടം കോവിഡ് കാലത്തിന്റെ സംഭാവനയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ബാംഗ്ലൂർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി നാച്ചുറോപ്പതി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അന്നൂരിലെ KL താരിമയ്ക്ക് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാംഗ്ലൂർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും നാച്ചുറോപ്പതി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അന്നൂരിലെ KL താരിമയ്ക്കാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. കോവിഡ് എന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ നാച്ചുറോപ്പതി ചികിത്സാ രീതി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് അനുമോദന ചടങ്ങിൽ വെച്ച് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. 1ാം റാങ്ക് നേടി ഈ താരിമ ഇവിടെ ഒരു സുദീർഘമായ വിജയം കൈവരിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു മഹാമാരിയുടെ നടുവിലാണ്. ആ മഹാമാരിക്ക് ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ച വാക്സിനുകൾ പരീക്ഷണാർത്ഥവും മനുഷ്യരിലേക്ക് വരുന്നെങ്കിലും വാക്സിനുകൾ പോലും വലിയ ഭയാശങ്ക ഉണർത്തുന്ന നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളൊന്നായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് വാർഡ് കൗൺസിലർ എ രൂപേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് KL താരിമ മറുപടി പ്രസംഗം നടത്തി. കൗൺസിലർ KK അശോക് കുമാർ, AP നാരായണൻ, K ജയരാജ്, MK ശ്രീധരൻ, KT ഹരീഷ്, KV ഭാസ്കരൻ, നവനീത് നാരായണൻ, KM രമേശൻ, NP രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പറമ്പത്ത് രവി സ്വാഗതവും MK വിജയൻ നന്ദിയും പറഞ്ഞു. ഡിഗ്രി പാസ്സായി ഡോക്ടറായ ശേഷം PGക്ക് MD നാച്ചുറോപ്പതിയിലാണ് താരിമയ്ക്ക് 1ാം റാങ്ക് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പോലീസ് മെഡൽ നേടിയ A രാജേഷിന് ഉപഹാര സമർപ്പണവും നടത്തി. കേരള ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലവ്ലിൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാമായണം എന്ന മഹാകാവ്യം, ആ മഹാകാവ്യത്തിൻ്റെ രചയിതാവായ വാത്മീകി മഹർഷി, അദ്ദേഹം രാമായണം രചിക്കുമ്പോൾ തന്നെ
രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹം രാമായണത്തിന് ആമുഖമായി പറയുന്നു. രാമായണത്തിൽ ഒരു സന്ദർഭം ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കാനാണ്. താവം ഈഗിൾ ക്ലബ്ബ്, നെഹ്റു യുവകേന്ദ്ര, കേരള ഫോക്ലോർ അക്കാദമി എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് കെ ആബിദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പത്മിനി, ചെറുകുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ അനിത, എൻ ഷേർലി, മുഖ്യമന്ത്രിയുടെ സ്വർണ്ണ മെഡൽ നേടിയ പോലീസ് ഓഫീസർ എ രാജേഷ് എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ അമ്മ ഡ്രൈവിംഗ് സ്കൂൾ എം ഡി രവീന്ദ്രൻ ക്ലബിന് ബ്ലഡ് പ്രഷർ മോണിറ്റർ നൽകി. സെന്റ് മാർട്ടിൻ ഡി പോറസ് ഹോസ്പിറ്റൽ നോഡൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് റിയാസ് അബ്ദുൽ സലാം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. നികേഷ് സാവം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എൻ വി അശ്വിൻ, രാമഭാർഗവൻ, കെ വി ലതീഷ്, പി പി സന്തോഷ്, ടി ഷീനു, എം എം സൂരജ്, ഇ പ്രജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനുമതി നൽകിയെങ്കിലും അടുത്ത ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്തി പ്രദർശനം ആരംഭിക്കാൻ കടമ്പകൾ ഇനിയും ഏറെയുണ്ടെന്ന് തിയേറ്റർ ഉടമകൾ. ലോക്ഡൌൺ കാലത്തെ വിനോദ നികുതി, വൈദ്യുതി ബിൽ എന്നിവയിൽ ഇളവ് നൽകാതെ തിയേറ്ററുകൾ തുറക്കുന്നത് കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും ഉടമകൾ. കരിവള്ളൂർ ഭ്രാന്തഞ്ചാലയിലെ സജീവന്റെ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നു. ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ രംഗത്ത്. സജീവന്റെയും കുടുംബത്തിന്റെയും നിസ്സഹായാവസ്ഥ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തലിച്ചാലത്ത് ചതുപ്പുനിലത്ത് ചെറുകുടലിൽ താമസിച്ച അനിതയ്ക്കും 2 മക്കൾക്കും TCN ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ സഹായത്താൽ സ്വപ്ന വീടൊരുങ്ങുന്നു. പെണ്ണാളെ കതിരാടും വിരിയാളെ തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാരിക്കോര പറിച്ചാട്ട് പരിയാരം പോലീസ് സ്റ്റേഷന് അഭിമാന മുഹൂർത്തം. കേരള ഫോക്ലോർ അക്കാദമിയുടെ നാടൻ കലാ അവാർഡിന് അർഹനായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷ് ഏടോം. 22 വർഷത്തിലധികമായി കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രജീഷ് പോലീസ് സേനയുടെ അഭിമാനമെന്ന് CI KV ബാബു. തെയ്യം കലാരംഗത്തെ മികച്ച സംഭാവനയ്ക്ക് കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടി കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശി CV ഉണ്ണികൃഷ്ണൻ പെരുവണ്ണാൻ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിനെ നേന്ത്രവാഴ ഗ്രാമമാക്കുമെന്ന് പ്രസിഡന്റ് AV ലേജു. പഞ്ചായത്ത് തല വാഴക്കന്ന് വിതരണം പ്രാന്തഞ്ചാലിൽ നടന്നു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഫോക്ലോർ അക്കാദമിയുടെ 2019 വർഷത്തെ പുരസ്കാരം നേടിയ അന്നൂരിലെ കലാകാരന്മാർക്ക് ആദരം നൽകി. കോഴി വളർത്തൽ ആദായകരമായ ഒരു കൃഷിയായി മാറുന്നു. പ്ലാസ്റ്റിക് മുക്ത ഗ്രാമമാകാനൊരുങ്ങി പടന്ന പഞ്ചായത്തിലെ 9ാം വാർഡ്. പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും തരംതിരിച്ച് റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനത്തിന് തുടക്കമായി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.